നിങ്ങളുടെ മക്കള് കേൾക്കണം, മോനെ അത് പാടില്ല എന്ന് എന്റെ ബാപ്പമാരെന്റെ ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ ഒരു പക്ഷേ ആർഭാടത്തിന്റെ വൃത്തികേടിലേക്കൊന്ന് കടന്നു വരുമ്പോ മനസ്സ് കൊടുക്കേണ്ടുന്നത് ബാപ്പയാണ്. മോനെ ചെയ്യല്ലേ. എത്രയോ സാധുക്കളായ ആളുകളുണ്ട്, മഞ്ഞ കല്യാണത്തിന്റെ ചുമന്ന കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അടിച്ചു പൊളിക്കുന്ന കാശുകള്. എത്രയോ പാവപ്പെട്ട അനാഥ പെൺകുട്ടികള്, എത്രയോ പാവപ്പെട്ടവർ നമ്മുടെ നാടുകളിലുണ്ട്. വീടില്ലാത്ത എത്ര ആളുകളുണ്ട്. അല്ലാഹുവേ, കടത്തിന്റെ കണിയിൽ കഴിയുന്ന എത്ര ആളുകളുണ്ട്. അവർക്കൊന്ന് കൊടുക്കാൻ നമുക്കൊന്ന് കഴിഞ്ഞുപോയാൽ അൽഹംദുലില്ലാഹ്, അതാണ് ഏറ്റവും നല്ല സന്തോഷം, അതാണ് ഏറ്റവും നല്ല സൗഭാഗ്യം. അല്ലാഹുവേ, വെറുപ്പ് തോന്നാനല്ല, ഇങ്ങനത്തെ ആർഭാടവും പേക്കൂത്തുകളും കടന്നു വരുമ്പോഴാണ് അല്ലാഹു പേടിപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളിലേക്ക് തരുന്നതെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമ്പോ, പടച്ച റബ്ബേ, പിൽക്കാലത്തുള്ള കല്യാണങ്ങളിലേക്കൊന്ന് കടന്നു പോ. പടച്ച റബ്ബേ, പള്ളിയുടെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് നിക്കാഹ് നടത്തുകയാണ്. കുറച്ചാളുകൾ കടന്നു പോവുകയാണ്. അന്ന് മഞ്ഞ കല്യാണമില്ല, അന്ന് ചുമന്ന കല്യാണമില്ല, അന്ന് ആർഭാടങ്ങളില്ല, അന്ന് ഗാനമേളകളില്ല, അന്ന് എത്രയോ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവർ കാണിച്ചതുകൊണ്ട് പേടിപ്പെടുത്തുന്ന ഒന്നും അവരിലേക്ക് വന്നിട്ടില്ല. ഇന്ന് നമ്മുടെ സ്വഭാവം മാറിയപ്പോ, നമ്മുടെ സംസ്കാരം മാറിയപ്പോ, നമ്മുടെ ജീവിതം മാറിയപ്പോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും തിന്മകളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പെങ്ങളെ, കൂട്ടുകാരാ, മനസ്സ് കൊടുക്കണം ഈ രാത്രിയില്.